ഹലോ ഗായ്സ്, നമസ്കാരം. ബ്ലക്കോട്ട് അടുത്തൊരു വീട്ടിലമാർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ബാംഗ്ലൂർ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നും പ്രതീക്ഷിക്കുന്നു. ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് എന്നാലോട്ട് അമ്മാത്ത് എത്തിയിട്ടില്ല. സംഭവം ഈ പരിപാടിയിലേക്ക് ഇറങ്ങുകയും ചെയ്ത് എന്നാൽ എവിടെ എത്തിയിട്ടില്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം 0-1000 സബ്സ്ക്രൈബേഴ്സായി, അത്യാവശ്യം വ്യൂസും കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നോക്കാമല്ലോ നമ്മളെ കൊണ്ടാവുമല്ലോ എന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ഡെയിലി എൻ്റെ ഉറപ്പിക്കലുണ്ടാവും. ആഴ്ചക്ക് ഒരിക്കലുള്ളത് ഡെയിലി തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കണ്ണൂരേക്കാണ് യാത്ര. ഓക്കെ, സർവീസാണ് എൻ്റെ വണ്ടിയല്ല, ടീച്ചർ. അപ്പോൾ കണ്ണൂർ പോയിട്ട് വേണം നീ എടുത്തിട്ട് പോകേണ്ട വണ്ടി. ഇതിനെക്കാട്ടി അവസ്ഥയാണ്. ഒരു 10-40 ചോട്ട് കിട്ടണം. ലോക്കൽ ഓട്ടത്തിന് ഇപ്പം പുലിയാന്ന് പറഞ്ഞത്. ബുക്കും പേപ്പറും ക്ലാസ്സില്ലെങ്കിലും ലോക്കൽ ഓട്ടത്തിന് ഈ വണ്ടി പുലിയാണ്. നോക്കാം നമുക്ക് സ്റ്റാർട്ടാവില്ലയോ. വാവ്, ഒറ്റ ചോട്ടിന് സ്റ്റാർട്ടാവും. ചില സമയത്ത് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ വേഗം ഇനി ആരെത്തിയിട്ട് ധർമ്മശാല പോകണം. ധർമ്മശാല പോയി ടീച്ചർ എടുക്കണം. പിന്നെ ടീച്ചറിൻ്റെ ഷോറൂം പോകണം. ടീച്ചർ മീൻസ് പാർശ്ശനിയും ടീച്ചർ 19 സീറ്റ് എടുക്കണം. അത് സർവീസ് നോക്കണം. ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, ടാറ്റാ. മൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കേണ്ടി വരുന്നത്. ഓക്കെ, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയായി. അപ്പോൾ ഇനി ഷൂട്ടിംഗ് ഉണ്ടാവില്ല. ഇനി ധർമ്മശാലക്ക് എത്തിയിട്ടേ ഷൂട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തി മൗണ്ട് ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്നതായിരിക്കില്ല. ഓക്കെ, ബൈ. വണ്ടി എടുത്ത് വണ്ടീൻ്റെ ഇതായിരുന്നു കൊണ്ടുപോകേണ്ട വണ്ടി. പ്രശ്നം 19 സീറ്റാണ്. ടീച്ചറിൻ്റെ 19 സീറ്റാണ്. അത്യാവശ്യം വർക്കും കാര്യത്തിലുള്ള വണ്ടിയാണ്. അപ്പോൾ അതായിരുന്നു സർവീസിന് കൊണ്ടുപോകണ്ട. ബാക്ക് മാറ്റി. ഓക്കെ, ഇത് കുറവാണ്, പ്രഷർ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കത്തുന്നത്. നല്ലോണം കാല് കൊടുത്തിട്ട് കയറ്റണം. ഇതാണ് എയർ ബ്രേക്കിലെ വണ്ടിക്കെല്ലാം ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ കാല് കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റിട്ടുണ്ടാവും. ഇറങ്ങിപ്പോകാനുള്ള കാരണമുണ്ട്. ഇനി നമുക്ക് പേഴ്സ് എടുത്ത് ഇവിടെ വെക്കാം. പേഴ്സിലൊന്നുമില്ലെങ്കിലും അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യണം. ടയറെല്ലാം ഓക്കെയാണ്. അപ്പോൾ സ്റ്റാർട്ട് ദ റേസ് ബ്രോ. അപ്പം ഫസ്റ്റിൽ ഇത് ഹൈ ഗിയറിലിടാം. മെല്ലെ ഇങ്ങനെ എടുക്കാം. ഒറ്റക്കായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതൊരു ഹാങ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ചാലാട് മയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഓട്ടത്തിൽ റിസ്ക് ആണ്. പക്ഷെ എന്നാലും കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പറശ്ശിനി അമ്പലം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏച്ചറിൻ്റെ ഷോറൂമിലേക്ക്. ഇവിടെ നമ്മളെ ചാലോട് വന്നാന്ന് പറയുന്നു. ഞാൻ ഇതുവരെ പോയിട്ടില്ല, എന്നാലും പോയി നോക്കട്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൊക്കേഷൻ എത്താനായി, അതായത് നമ്മളെ സർവീസിൻ്റെ ലൊക്കേഷൻ എത്താനായി. നോക്കട്ട് ഇതെല്ലാം നാട് സംഭവിക്കാൻ നോക്കട്ടെ. അവിടെ പോയിട്ട് ഇങ്ങനെ അത്രയില്ല, ഒരു 850 മീറ്ററേ കാണുന്നില്ല ലൊക്കേഷനിലേക്ക്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 850 മീറ്റർ ആയതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല കൊന്നേലും പൂത്തിട്ടുണ്ടാ. കൊന്ന പൂത്ത വഴിയിൽ നിങ്ങളും പറഞ്ഞ പോലെ കൊന്ന പൂത്തിട്ടുണ്ട്. ഓക്കെ, കുഞ്ഞമ്മക്ക് സ്കൂളിൽ പോകാൻ നിൽക്കുന്ന നോക്കിയാൽ എന്തൊരു സോൾഡ്. മുമ്പിലൊരു ടാങ്കർ ഉണ്ട്. അപ്പം വി ഹാവ് ടു റെസ്പെക്ട് ദ ടാങ്കർ ലോറീസ്. ഓക്കെ, നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യണം. ടാങ്കറിനപ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മോശം. പൊട്ടിത്തെറിച്ചതിനെ ഉണ്ടല്ലോ കഥ പുതാവേ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ചാലോട് നിന്ന് നേരെ ഇവിടെ കൂത്തുപറമ്പ് റോഡ് കയറി നേരെ കൂത്തുപറമ്പ് മറ്റേടയിൽ റോഡ്. പിന്നെ ഇവിടുന്ന് വളപ്പിലേക്കുള്ള റോഡ് നമ്മൾ കയറണം. കണ്ടോ, ചക്കരക്കല്ല് റൈറ്റിൽ, ലെഫ്റ്റിലേക്കുള്ള റോഡ്. പോക്കറ്റ് റോഡ് പോലത്തെ റോഡാന്ന് പറഞ്ഞു. കുറച്ച് വെളിച്ചപ്പാടെല്ലാം തന്നെ കയറണമെങ്കിൽ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ബസ്സിൽ സർവീസ് നാളെന്തായാലും വരുന്നില്ല ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ സർവീസ് സെൻ്റർ വെക്കാനുള്ള കാരണം. നോക്കട്ടെ ഇവിടെ കയറിയിട്ട് ഇതിൻ്റെ അവസ്ഥ നോക്കട്ടെ. ഇതന്നെ ലൈച്ചർ കയറ്റി നോക്കട്ടെ. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് നമ്മളെ ഇനി അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇതേലാണ് അലൈൻമെൻ്റ് ഏലാണ്. നമ്മൾ വണ്ടി ചെറിയൊരു കുടച്ചലുണ്ട്. അപ്പോൾ അലൈൻമെൻ്റ് ചെയ്യേണ്ട ടൈം അതിന്. അപ്പോൾ അലൈൻമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 മൈൽ വന്നിട്ടേ ഇല്ല. അലൈൻമെൻ്റ് കൊണ്ടാടെല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടക്കുന്നുണ്ട്. നോക്കട്ടെ എന്താവും. ഇങ്ങനെ ഇതുവരെ കാറിനെല്ലാം ചെയ്യുന്നില്ല, കണ്ടിട്ടില്ല. ബസ്സിനേന്ന് കണ്ടിട്ടില്ലല്ല. ഇങ്ങനെയാണ് ബസ്സിനേന്ന്. ഇവിടെ 7 മൈലിൽ നമുക്ക് ബസ്സിന് മാത്രമായിട്ട്, ബസ്സിനാണ് ഇവർ സ്പെഷ്യൽ ചെയ്യുന്നത്. വലിയ വലിയ വണ്ടികളുടെ അലൈൻമെൻ്റ് ചെയ്യുന്ന ടീമാണ്. കുറച്ച് നല്ല അടിപൊളി ടീമാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇനി സ്റ്റെയറിങ് സ്ട്രൈറ്റ് ആക്കാൻ ചെക്കപ്പ് കഴിഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതും കഴിഞ്ഞ് നമ്മളെ അലൈൻമെൻറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഇനി വണ്ടി അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഇടണം, തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം പറഞ്ഞ പോലെയല്ല. ഇങ്ങനെ ധർമ്മശാല വഴി ഇങ്ങനെ പോയി. ധർമ്മശാല ഇത് പഴയ വക്കളം, നേരത്തെ വക്കളം. വർഷങ്ങളുടെ 19 സീറ്റ് സർവീസും കഴിഞ്ഞ് വണ്ടി അടുത്ത് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ തണുത്ത് കിടന്ന സ്ഥലം ഇന്നിപ്പോൾ ചുട്ട് പഴുത്തിട്ടുള്ള. നൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുന്നു. വീണ്ടും സന്ധിക്കും വരെ കാലേ വണക്കം.